ഹായ്. ഇന്ന് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുവിധം മനുഷ്യരെല്ലാവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് നമുക്കിതിന്ന് എങ്ങനെ പുറത്തിറങ്ങാം. ചിലപ്പോൾ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ദിവസം തന്നെ പോയി കിട്ടും. ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മളുടെ ആ ഹോൾ ഡേ സ്പോയിലായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ത്വക്ക്, കണ്ണ്, നാക്ക്, മൂക്ക് അങ്ങനെയുള്ള 5 ഇന്ദ്രിയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ ഈ സ്ട്രെസ്സിനെയോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതിൻ്റെ പേരാണ് 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് ബെറ്റി ആലിസ് എറിക്സൺ എന്ന് പറയുന്ന ഒരു സൈക്കോതെറാപ്പിസ്റ്റാണ്. അവരാണ് പെട്ടെന്ന് നമുക്കിതിൽ നിന്ന് മാറാനുള്ള ഒരു മെത്തേഡ് വേണമെന്നും അത് എങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വസ്തുക്കളും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. കാരണം ഇതിലാകെ ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലാദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് നമ്മളെവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒരു 4-5 ഡീപ്പ് ബ്രത്ത് എടുക്കുക എന്നുള്ളതാണ്. ഒരു 5 തവണ ശ്വാസം ദീർഘമായിട്ട് എടുത്ത് ദീർഘമായിട്ട് വിടുക. അതിനുശേഷം ഈ 5-4-3-2-1 ഫസ്റ്റ് 5 എന്ന് പറയുന്ന കാര്യം, ആ ഒരു കൗണ്ട് അത് നമുക്ക് കണ്ണുകൊണ്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയിലാണ് അതിരിക്കുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റുമുള്ള 5 കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് കാണുക. അത് എനിത്തിങ്, നമ്മുടെ ചുറ്റുമുള്ള എന്ത് കാര്യങ്ങളാവാം. ഇപ്പോൾ ഒരു ക്ലാസ്സിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ നടക്കുന്ന ബെഞ്ചോ ഡെസ്കോ അല്ലെങ്കിൽ ഫാനോ സ്വിച്ചോ ലൈറ്റോ എന്തുമാകാം. ഇനി അതല്ല ഓഫീസിലാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറോ ടേബിളോ ഓഫീസിലെ ബാക്കി എക്യുപ്മെൻസോ എനിത്തിങ്. നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു 5 കാര്യങ്ങൾ നന്നായി കാണുക, നന്നായി കണ്ട് മനസ്സിലാക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ 4 കാര്യങ്ങളും കൊണ്ട് ചെയ്യേണ്ടത്? നമ്മൾ ടച്ചാണ് ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുക. അതും ഈ പറഞ്ഞതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ തന്നെ സ്കിന്ന് നമുക്ക് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാം. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യാം. പെന്നോ ഇരിക്കുന്ന ചെയറോ എന്തും, എനി 4 ഒബ്ജക്ട്സ്, അങ്ങനെ 4 കാര്യങ്ങൾ ഫീൽ ചെയ്യുക. ഇനി വരുന്ന നെക്സ്റ്റ് 3 നമ്പറാണ്. 3 നമ്പേഴ്സ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് സൗണ്ട് കേൾക്കുക എന്നുള്ളതാണ്. 3 കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. നമ്മൾ നന്നായിട്ട് മനസ്സുകൊണ്ട് എൻജോയ് ചെയ്ത് കേൾക്കുക. അത് കിളികളുടെ സൗണ്ടോ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്നതോ ക്ലോക്കിൻ്റെ ടിക് ടിക് സൗണ്ടോ എന്തുമാകട്ടെ, 3 സൗണ്ടുകൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതെന്ന് പറയുന്നത് 2 2 കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്മെല്ലാണ്. ആ ഒരു സെൻസിനെയാണ് നമ്മൾ അവിടെ എടുക്കേണ്ടത്. അത് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 നമുക്കിഷ്ടമുള്ള സ്മെല്ലുകളെ കുറിച്ച് ആലോചിക്കാം. കാരണം എപ്പോഴും നമ്മളിരിക്കുന്ന സ്ഥലത്ത് സ്മെല്ല് ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമുള്ള, അതിപ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെയോ ഒരു പെർഫ്യൂമിൻ്റെയോ, ചില ആൾക്കാർക്ക് കെറോസിൻ്റെ സ്മെല്ല് ഇഷ്ടമാണ്, അതിനെയൊക്കെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കത് മനസ്സിൽ കണ്ട് ആ സ്മെല്ലിനെ നമ്മൾ അറിയുന്നതായിട്ട് ചിന്തിക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് 1 വരുന്നത്. 1 എന്ന് പറയുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള സെൻസ് എന്ന് പറയുന്നത് ടേസ്റ്റാണ്, നാവ്. അപ്പോൾ നമുക്ക് അതും ഈ പറയുന്നത് പോലെ നമുക്കൊരു സാധനം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നാവിൽ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇനി അതല്ല, നമുക്കത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതൊരു പായസമായിക്കോട്ടെ, ഒരു ഐസ്ക്രീം ആയിക്കോട്ടെ, എനിത്തിങ്, അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് എൻജോയ് ചെയ്യുന്നതായിട്ട് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്വാദിനെ നമ്മൾ ഒന്നും കൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ദീർഘമായിട്ട് ഒരു 4-5 ശ്വാസം എടുത്ത് ഇരിക്കുക. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആ പെട്ടെന്നുണ്ടായ ആങ്സൈറ്റി താഴേക്ക് വന്നിട്ടുണ്ടാവും. നമുക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വേറെ ആരുടെയും സഹായമില്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.